ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ എന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി S8 ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഏകദേശം നമ്മൾ 2017 പർച്ചേസ് ചെയ്ത മൊബൈലാണ്. ഇതൊരു അന്ന് വാങ്ങിയപ്പോൾ ഒരു സ്പെഷ്യൽ എഡിഷൻ കളറായിരുന്നു, ബർഗണ്ടി റെഡ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ഫോൺ. ഓക്കെ, നമ്മൾ ഏകദേശം ഇതൊരു 9 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു വീഡിയോ എടുക്കാനായിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ട് നമുക്ക് ഫോണൊന്ന് ചേഞ്ച് ആക്കണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഇത് ഫോൺ വെയിലത്ത് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു അപ്ഡേഷൻ നടത്താമെന്ന് വെച്ചിട്ട് ഫോണൊന്ന് മാറ്റി, ഇത്രേ ഉള്ളൂ. ഫോൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, സാംസങ്ങിൻ്റെ തന്നെ ഫോണിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്, ഐഫോൺ എന്നല്ല. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S25 അൾട്രയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇപ്പം നിലവിൽ S26 അൾട്രയാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 25 അൾട്ര മേടിക്കാനുള്ള കാരണം വേറെ ഒന്നല്ല, നല്ല പ്രൈസിൽ കിട്ടി, അതുകൊണ്ട് മേടിച്ചാണ്. നമ്മൾ UAE നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. UAE നമുക്കറിയാം, ആകെ ടോട്ടലി ഉള്ള നോക്കുകയാണെങ്കിൽ ആമസോൺ ഉണ്ട്, പിന്നെ നൂൺ ഉണ്ട്, പിന്നെ ഒരുപാട് ഷറഫ് DG അങ്ങനെ സൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഇപ്പോൾ നല്ല പ്രോഡക്റ്റൊക്കെ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ഒരു ഐറ്റംസ് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പറ്റിയ സൈറ്റുകളാണ് ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സൈറ്റുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന നൂൺ എന്ന സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് ഫോണിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഷൂട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മുടെ ഈ ഒരു ഫോൺ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് S25 അൾട്രയിൽ എടുത്തിരിക്കുന്ന ഫൂട്ടേജാണ്, വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിനകത്ത് ടോട്ടൽ 4 ക്യാമറയാണ് വരുന്നത്, ഒരു സെൻസറും വരുന്നുണ്ട്. അതിൽ നമുക്കൊരു സൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100x ഒരു സൂമിങ്ങിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കൂടാണ്ട് 2 അഡീഷണൽ ക്യാമറ ഉണ്ട്. പിന്നെ ടോട്ടൽ നമുക്ക് 4 ക്യാമറ വരും, 3 മെയിൻ ക്യാമറ വരും, അതുകൂടാണ്ട് ചെറിയ ക്യാമറ വരും, പിന്നെ സെൻസർ വരും. അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ബാക്കിൽ 5 ലെൻസ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി യൂട്യൂബിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫോൺ ഇറങ്ങിയിട്ട് തന്നെ ഏകദേശം ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇറങ്ങിയ ഫോണാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 വർഷത്തിൽ കൂടുതലായി. ഇപ്പോൾ 1.5 വർഷം ആവുന്നു ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലേറ്റാണ്. അതിൻ്റെ ഇപ്പോൾ വെറുതെ അതിനെപ്പറ്റി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഒരുപാട് ടെക് യൂട്യൂബേഴ്സ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ ദുബായിൽ നമ്മുടെ ഷസാം ബൈൻ്റെ പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ചാനലിലൊക്കെ പോയാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മുടെ പ്രതാപ് ജി ടെക്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാണുന്ന വാച്ച് ചെയ്യുന്ന കുറച്ച് ചാനൽസ് ഉണ്ട്, മിസ്റ്റർ പെർഫെക്റ്റ് ടെക്, അതുപോലെ തന്നെ ശരത് നിയോൺ ടെക്. ഈ ചാനലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ അൺബോക്സിങ്, അതിൻ്റെ റിവ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പം നമ്മളതല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് നമ്മുടെ പർപ്പസാണ് നിങ്ങൾക്ക് അറിയാം. നമ്മൾ യൂട്യൂബിലെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണ് നമ്മുടെ ചാനൽ. നമുക്ക് 2 ചാനലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഡിലൈറ്റ് പ്രോ ടെക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക് ബേസ് ചെയ്തിട്ടുള്ള ചാനലിലായിരിക്കും. അതുകൂടാണ്ട് നമ്മൾ വണ്ടികളും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാനായിട്ടും ചെറിയ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ചെയ്യാനായിട്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോകുന്ന മോട്ടോർ സൂം എന്ന ചാനലിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ചാനലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണതുകൊണ്ട് നമുക്ക് ഡെയിലി നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം വീക്കിലിയാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം വേണം വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ. അതുപോലെ നമുക്ക് ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചറായ ഇന്നിപ്പോൾ ദിവസം ജൂലൈ 25 രാവിലെ 8:30 ആയിട്ടുണ്ട്. ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 35-36 ഡിഗ്രിയിൽ തന്നെ ടെമ്പറേച്ചർ ഉണ്ട്. നമ്മളുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ടിജേറ പാർക്കാണ്. ജസ്റ്റ് ഒന്ന് പാർക്ക് കാണിച്ചു തരാം. ഇദ്രീസ് ബജസ്റ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ട്. അപ്പോൾ ഇതാണ് ടിജേറ പാർക്കിൽ. ഈ ഗ്രൗണ്ട് നമ്മൾ പലതവണ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൺഡേ ഒക്കെ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാർക്കിൽ വരുവാണെങ്കിൽ, ഇവിടെ ഫാമിലിക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ റൈഡ് കാര്യങ്ങളുണ്ട്. ചെറിയൊരു ഫുട്ബോളിനുള്ള അവിടെ ആ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. അവിടെ ഇരിക്കാനുള്ള ബെഞ്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇനി ചെറിയ രീതിയിൽ ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ബാർബിക്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ 2 സ്ഥലമുണ്ട്. ആ ഒരു കാണുന്ന ഷെയ്ഡൊക്കെ വെച്ചിട്ട് 2 സൈഡിൽ ഇരിക്കാനുള്ള ബെഞ്ച് അടക്കം ബാർബിക്യൂ സെറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഫുൾ മെറ്റീരിയലായിട്ട് വരണം. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരുപാട് മരങ്ങളുണ്ട്, നല്ല തണലുണ്ട്, അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ദുബായിൽ ഇത്രയും ഒരു ശാന്തമായിട്ടുള്ള ഒരു അടിപൊളി പാർക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷനാണ് ഇത് വരുന്നത്. ദുബായിൽ നിന്ന് അലയൻ റോഡിലാണ്. അലയൻ റോഡിൽ നിന്ന് നമ്മൾ ഒരു ഹിനോക്കിൻ്റെ പമ്പ് കഴിയുമ്പോൾ തന്നെ റൈറ്റ് ടേൺ ചെയ്യണം. മദീനത്ത് ഹിന്ദ് 3 എന്ന് പറയും.
ഓക്കെ, മദീനത്ത് ഹിന്ദ് 3 എന്ന് പറയും. ടിജാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ടിജാറ ടൗൺ എന്ന് പറഞ്ഞ് ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കുറച്ച് അധികം കാര്യങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പല ഫോണിൻ്റെയൊക്കെ. നമ്മൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത നത്തിങ് ഫോൺ 4 ഒക്കെ വീഡിയോ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഷൂട്ട് ചെയ്തത്. നമ്മുടെ ഈ ചാനലിൽ നോക്കിയാൽ കാണാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നമ്മുടെ പുതിയ വയർലെസ് മൈക്കിൽ തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത വീഡിയോയിൽ കുറച്ച് കിളികളുടെ ശബ്ദമൊക്കെ അധികമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്തു, നമ്മുടെ സൗണ്ട് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നോർമലി ഉള്ള പോലെ തന്നെ ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. 1080p ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ജസ്റ്റ് ഒരു നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു യൂട്യൂബിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ഒരു മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇനിയും നല്ല നല്ല കണ്ടൻറ്റ് ഈ ഒരു ഫോൺ വെച്ചിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഇനി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നല്ല പുതിയ കണ്ടൻറ്റൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിലൈറ്റ് പ്രൊട്ടക്റ്റിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ മോട്ടോർസമിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് അപ്പോൾ സൈനിങ് ഓഫ്. ബൈ.